ഭക്തിയും വിശ്വാസവും പാരമ്പര്യ അറിവുകളും ഒന്നായി സംഗമിക്കുന്ന അപൂർവ സ്ഥാനങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. കാലത്തിനൊത്ത് ജീവിതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾ കൈമാറിയ പല പാരമ്പര്യ അറിവുകളും ഇന്ന് മറവിയിലാകുന്ന അവസ്ഥയാണ്. അത്തരത്തിൽ ഏറെ കൗതുകവും വിശ്വാസവും നിറഞ്ഞ ഒന്നാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മണിക്കിണർ. വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളിലെ സ്തനജന്യ രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ ഈ കിണറ്റിലെ ജലം ഉപയോഗിച്ചിരുന്നുവെന്ന വിശ്വാസവും അനുഭവ സാക്ഷ്യങ്ങളും ഇന്നും നാട്ടുകാരുടെ ഓർമ്മകളിൽ നിലനിൽക്കുന്നു. കേരളത്തിന്റെ പാരമ്പര്യവും ആത്മീയതയും ചേർന്നു നിൽക്കുന്ന പ്രശസ്ത ക്ഷേത്രങ്ങളിലൊന്നാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ ഈ പുരാതന ക്ഷേത്രം ഭക്തർക്ക് ദൈവാനുഗ്രഹത്തിന്റെ കേന്ദ്രമായതോടൊപ്പം നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ചേർന്ന ഒരു പുണ്യ സ്ഥാനവുമാണ്. ക്ഷേത്രത്തിനകത്ത് അധികം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ നിലകൊള്ളുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്, മണിക്കിണർ. നിത്യസന്ദർശകരായ ഭക്തജനങ്ങൾക്ക് പോലും ക്ഷേത്രത്തിൽ മണിക്കിണർ ഉണ്ടെന്ന കാര്യം അറിയാറില്ല. ബലിക്കൽപുര കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലിയമ്പലമായ കാവൽമാടത്തിന്റെ തെക്കുഭാഗത്താണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. പുറമേ നോക്കുമ്പോൾ സാധാരണ കിണറെന്ന പോലെ തോന്നുമെങ്കിലും നാട്ടുകാരുടെ വിശ്വാസങ്ങളിലും പാരമ്പര്യ അറിവുകളിലും ഇത് ഏറെ പ്രാധാന്യമുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ് വരെ സ്ത്രീകളിൽ കാണപ്പെട്ടിരുന്ന ചില സ്തനജന്യ രോഗങ്ങൾക്ക് ഈ കിണറ്റിലെ ജലം ഉപയോഗിച്ച് ആശ്വാസം ലഭിച്ചതായി മുതിർന്ന തലമുറയിലെ സ്ത്രീകൾ പറയുന്നുണ്ട്. ക്ഷേത്ര പൂജാവിധികളോ പ്രത്യേക മന്ത്ര ചടങ്ങുകളോ ഒന്നും തന്നെയില്ലാതെ ഈ കിണറ്റിലെ ജലം ചികിത്സയ്ക്കായി ഉപയോഗിക്കുകയായിരുന്നു പതിവ്. അതിലൂടെ പലർക്കും രോഗശമനം ലഭിച്ചതായും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായും നിരവധി അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു. ആ മണിക്കിണർ എന്ന് പറയുന്നത് പണ്ട് ദേവകി മുല കഴുകിയ തീർത്ഥമാണ് എന്നാണ് സങ്കല്പം. അപ്പോൾ ക്ഷേത്രത്തിൽ പണ്ട് ഇപ്പോഴും മുല കൂട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുലപ്പാലില്ലാതെ വരിക, കുട്ടികളുടെ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൽ തീർത്ഥം ഉപയോഗിച്ച് മുല കഴുകിയാൽ ഫലപ്രദമായ രീതിയിൽ കുട്ടികളെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അങ്ങനെ ആൾക്കാർ അത് എടുത്തു കൊണ്ടുപോകാറുണ്ട്. വന്നിട്ട് ആ തീർത്ഥം ഉപയോഗിച്ച് സേവിക്കുകയും അതിനാൽ മുല കഴുകുകയും ചെയ്താൽ കുട്ടികൾക്ക് ആവശ്യമായ മുലപ്പാൽ ഉണ്ടാകും എന്ന അനുഭവത്തിൽ ഒരുപാട് ആൾക്കാർ വന്ന് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോഴും ഫലപ്രദമായ രീതിയിൽ അത് ആൾക്കാർ വരലുണ്ട്, കൊണ്ടുപോകാറുണ്ട്. മുലപ്പാൽ കുറഞ്ഞ സ്ത്രീകൾക്കും ഈ കിണറ്റിലെ ജലം ഉപയോഗിച്ചതിനു ശേഷം മുലപ്പാൽ വർദ്ധിച്ചുവെന്ന വിശ്വാസവും നാട്ടുകാർക്കിടയിലുണ്ട്. ഈ വിശ്വാസത്തിനു പിന്നിൽ ഒരു ഐതിഹ്യവും പറയപ്പെടുന്നുണ്ട്. ശ്രീകൃഷ്ണ മാതാവായ ദേവകി സ്തനം കഴുകിയത് ഈ ജലത്തിലാണെന്നാണ് സങ്കല്പം. ഈ ഐതിഹ്യവും അനുഭവങ്ങളും ചേർന്നാണ് മണിക്കിണറിനെ ചുറ്റിപ്പറ്റിയ വിശ്വാസം രൂപപ്പെട്ടത്. അതിനാൽ തന്നെ ഈ കിണർ ഭക്തജനങ്ങളുടെ ആത്മീയതയിലും വിശ്വാസങ്ങളിലും പ്രത്യേക സ്ഥാനമാണ് നേടിയത്.